എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിലാണെങ്കിൽ ഗോകു അവന് നഷ്ടപ്പെട്ടു പോയ ആ ഡ്രാഗൺ ബോള് അത് ആ നിഞ്ചയെ തകർത്ത് ഇപ്പൊ തിരികെ പിടിച്ചിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ഡോക്ടർ ആണെങ്കിൽ ആ റോബോട്ടിന്റെ ബോഡിയിൽ ഉണ്ടായിരുന്ന ആ ബോംബ് പുറത്തേക്ക് എടുക്കും. ഗോകു ആണെങ്കിൽ ആ ബോംബ് എടുത്ത് പുറത്തേക്ക് വലിച്ചെറിയാണ്. അത് തെറിച്ചു പോയി ആ നിഞ്ചയുടെ ദേഹത്ത് വീണ് അങ്ങനെ പൊട്ടിത്തെറിച്ച് മരിക്കും. ഡോക്ടർ ആണെങ്കിൽ അവൻ്റെ ആ ഒരു ഡിവൈസ് അത് തിരികെ കൊടുക്കും. ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി, എനിക്കിത് റെഡിയാക്കാനായിട്ട് കഴിയുന്നില്ല, ഇത് മറ്റെവിടെയെങ്കിലും നീ ശരിയാക്കേണ്ടി വരും. അതിന് ഗോകു പറയും, കുഴപ്പമില്ല, ഇതെന്റെ ഫ്രണ്ട് ബുൽമ, അവൾ എനിക്ക് ഗിഫ്റ്റ് തന്നതാണ്, തീർച്ചയായിട്ടും അവളെ കൊണ്ട് ഇത് ശരിയാക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് അവരെല്ലാവരും തിരികെ സ്നോയുടെ വീട്ടിലേക്ക് തന്നെ വരും. അവരാണെങ്കിൽ ഹാപ്പി ആയിട്ട് ടീയും കോഫിയും ഒക്കെ കുടിച്ച് അങ്ങനെ ഹായ് ആയിട്ടിരിക്കും. ആ എൽഡർ ആണെങ്കിൽ ഗോകുവിനോട് പറയും, നീ നാളെ രാവിലെ പോകുന്നതിന് മുൻപായിട്ട് എന്നെ വന്ന് കാണണം, നമുക്ക് നാളെ കാണാമെന്ന് പറഞ്ഞ് ആൾ അവിടുന്ന് കടന്നു പോകും. നൈറ്റ് റോബോട്ടും ഗോകുവും സ്നോ പെണ്ണും അവർ 3 പേരും ഒരുമിച്ച് അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാണ്. ഗോകു ആണെങ്കിൽ വീണ്ടും വീണ്ടും ആ റഡാർ ചെക്ക് ചെയ്യും. ഞാൻ ഒരുപാട് നേരമായി ട്രൈ ചെയ്യുന്നു, ഇതുവരെ ശരിയായിട്ടില്ല, എത്രയും വേഗം എനിക്കിത് ശരിയാക്കണം, എങ്കിൽ മാത്രമേ എൻ്റെ ഗ്രാൻഡ് പേയുടെ ആ ഡ്രാഗൺ ബോൾ അതെനിക്ക് കണ്ടെത്താനാവൂ. എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം അതാണ്, എൻ്റെ മുത്തച്ഛൻ്റെ ആ ഡ്രാഗൺ ബോൾ കണ്ടെത്തുക എന്നത്. അല്പസമയം കഴിഞ്ഞ് നമ്മുടെ ആൾക്കാരെല്ലാവരും സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ്. റോബോട്ടിനാണെങ്കിൽ പില്ലോടെ ഉള്ളിൽ തലവെച്ച് ബ്ലാങ്കറ്റിൽ പുതച്ച് കിടക്കാൻ ഒരുപാട് ഇഷ്ടം തോന്നും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ മോർണിംഗ് ക്രീച്ചേഴ്സ് എല്ലാവരും ഹാപ്പി ആയിട്ട് ആ ഒരു മോർണിംഗിനെ വരവേൽക്കുകയാണ്. ഇവിടെ ജനങ്ങളെല്ലാവരും ഗോകുവിനെ യാത്ര അയക്കാനായിട്ട് ആ വീടിന് മുൻപിലേക്ക് എത്തിക്കഴിഞ്ഞു. ഗോകു ആണെങ്കിൽ അവരോട് യാത്ര പറയും. എൻ്റെ അടുത്ത ലക്ഷ്യസ്ഥാനത്തേക്ക് എനിക്ക് നടന്നു വേണം പോകാനായിട്ട്. സോ അല്പം നേരത്തെ പോയാൽ മാത്രമേ എനിക്ക് അവിടേക്ക് എത്താൻ കഴിയൂ, കാരണം എൻ്റെ ഫ്ലൈയിങ് നിംബസ് അതെനിക്ക് നഷ്ടപ്പെട്ടു. അത് കേട്ട് ഷോക്കായിട്ട് അവിടെ ഉണ്ടായിരുന്നൊരു എൽഡർ ആളാണെങ്കിൽ ഗോകുവിനോട് ചോദിക്കും, സത്യം പറയും, നിനക്ക് സ്വന്തമായിട്ട് ഫ്ലൈയിങ് നിംബസ് ഉണ്ടായിരുന്നോ? അതിന് ഗോകു പറയും, ഉണ്ടായിരുന്നു, എൻ്റെ മാസ്റ്റർ റോഷി അദ്ദേഹമാണ് അത് ഗിഫ്റ്റായിട്ട് എനിക്ക് തന്നത്, പക്ഷേ അത് വേറൊരാള് തകർത്ത് കളഞ്ഞു. ഇപ്പോൾ എനിക്ക് ഫ്ലൈയിങ് നിംബസ് ഇല്ല, എനിക്കതിൽ ഒരുപാട് ദുഃഖമുണ്ട്. അതിരിക്കട്ടെ, നിങ്ങൾക്കെങ്ങനെ ഫ്ലൈയിങ് നിംബസിനെ കുറിച്ച് അറിയാം? അതിന് അപ്പാപ്പൻ ചിരിക്കും. ആക്ച്വലി ഞങ്ങളുടെ ഐലാൻഡിലും ഒരുപാട് ഫ്ലൈയിങ് നിംബസുകൾ ഉണ്ടായിരുന്നു. നീ കരുതും പോലെ ഫ്ലൈയിങ് നിംബസുകളെ അങ്ങനെ തകർക്കാനായിട്ട് കഴിയില്ല. നീ പിന്നീട് അതിനെ എപ്പോഴെങ്കിലും വിളിച്ചു നോക്കിയിരുന്നു? നോക്കുവാണെങ്കിൽ അല്പനേരം ആലോചിച്ച് നോക്കും, ഇല്ല, പിന്നീട് ഒരിക്കലും ഞാൻ അതിനെ വിളിച്ചിട്ടില്ല. ഓക്കെ, കുഴപ്പമില്ല, നീ ഒരിക്കൽ കൂടെ അതിനെ വിളിക്കാനായിട്ട് ആ അപ്പാപ്പൻ പറയും. അത് കേട്ട് ഗോകു ആണെങ്കിൽ ഇപ്പോൾ ഉച്ചത്തിൽ അവൻ്റെ ഫ്ലൈയിങ് നിംബസിനെ വിളിക്കും. പക്ഷെ യാതൊരു അനക്കവുമില്ല. ഗോകു ആണെങ്കിൽ വീണ്ടും വീണ്ടും വിളിക്കും. അല്പസമയം കഴിയുമ്പോൾ അവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ ഫ്ലൈയിങ് നിംബസ് അവിടേക്ക് വരികയാണ്. ഗോകു ആണെങ്കിൽ അതിനെ ഹഗ് ചെയ്യും. ഓ നോ, നിന്നെ നഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ കരുതിയത്, നിന്നെ തിരികെ കിട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്ന് പറയും. ആ ഗ്രാൻഡ് പേ ആണെങ്കിൽ ഗോകുവിനോട് പറയും, നിനക്ക് നല്ല മനസ്സുള്ളതുകൊണ്ട് മാത്രമാണ് ഫ്ലൈയിങ് നിംബസിനെ കീഴ്പ്പെടുത്താനായിട്ടും അതിനെ കൺട്രോൾ ചെയ്യാനായിട്ടും നിനക്ക് കഴിയുന്നത്. തീർച്ചയായിട്ടും നിന്റെ ലക്ഷ്യം അത് നിനക്ക് ഹാപ്പി ആയിട്ട് പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് പറയും. അതിന് ഗോകുവും സന്തോഷത്തോടു കൂടെ അവരോട് യാത്ര പറഞ്ഞ് അവൻ്റെ ഫ്ലൈയിങ് നിംബസിൽ അവിടുന്ന് കടന്നു പോവാണ്. എല്ലാവരും ഗോകുയെ നോക്കി ഇപ്പൊ കൈവീശി കാണിക്കുകയാണ്. സ്നോ പെണ്ണാണെങ്കിൽ വിളിച്ചു പറയും, ഗോകു ശ്രദ്ധിച്ചു പോണം, അവിടെ മുഴുവനും മരങ്ങളാണ്. ഇവിടെ ഗോകുവിനാണെങ്കിൽ വീണ്ടും അവൻ്റെ ക്ലൗഡിനെ തിരികെ കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. അവൻ ആകാശത്തിലെയും ഭൂമിയിലെ കാഴ്ചകളൊക്കെ കണ്ട് പക്ഷികളോട് കുശലം പറഞ്ഞ് ഓരോരോ നദികൾക്കും കടലിനും കുറുകെ അങ്ങനെ ഫ്ലൈ ചെയ്ത് പോവാണ്. അപ്പോൾ അതേസമയം കഴുകൻ കണ്ണുകളോട് കൂടെ ആ ചോപ്പനും അവൻ്റെ ആൾക്കാരും അവരാണെങ്കിൽ ഗോകുവിൻ്റെ ചലനം അത് അവരുടെ റഡാറിലൂടെ കറക്റ്റായിട്ട് മനസ്സിലാക്കുകയാണ്. ഗോകു ആണെങ്കിൽ ഒരുപാട് ട്രാവൽ ചെയ്ത് ഇപ്പോൾ ബുൽമയെ കാണാനായി അവൾ താമസിക്കുന്ന ആ സിറ്റിയിലേക്ക് വന്നെത്തിയിരിക്കുകയാണ്. അവനാണെങ്കിൽ ബുൽമ എവിടെ ഉണ്ടാവും അറിയില്ല. അവനവിടെ ചുറ്റും നോക്കും. വലിയ വാഹനങ്ങൾ, കെട്ടിടങ്ങൾ, ഒരുപാട് ആൾക്കാർ തിരക്കേറിയ ആ റോഡിലൂടെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും നടക്കുന്നു. ബുൽമയെ ഞാൻ എങ്ങനെ കണ്ടെത്തും ചോദിച്ച് അവൻ റോഡിൽ നിൽക്കും. അടുത്ത നിമിഷം ഒരു കാറുകാരനാണെങ്കിൽ അവിടേക്ക് വന്ന് അവനോട് ദേഷ്യപ്പെടുകയാണ്. ഗോകു ആണെങ്കിൽ അവനോട് ബുൽമയെ അറിയും ചോദിക്കും. അതിനവൻ ദേഷ്യപ്പെട്ട്, എനിക്കത് ആരാണെന്ന് അറിയില്ല, നീ വഴിയിൽ നിന്ന് മാറി നിൽക്ക്, നീ കാരണം പുറകിൽ വലിയൊരു ട്രാഫിക് ജാം തന്നെ ക്രിയേറ്റ് ആയിരിക്കുകയാണ്. ഗോകു ആണെങ്കിൽ പുറകിലേക്ക് നോക്കും. ഒരുപാട് വാഹനങ്ങൾ അങ്ങനെ നിരനിരയായിട്ട് ബ്ലോക്കായി കിടക്കുകയാണ്. ഉടനെ ഗോകു ആണെങ്കിൽ റോഡിൽ നിന്ന് മാറി അടുത്ത് കണ്ട ഒരു സ്ത്രീയോട് ബുൽമയെക്കുറിച്ച് തിരക്കും. പക്ഷെ അവർക്കും ബുൽമയെക്കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞ് അവർ കടന്നുപോകും. അല്പസമയം കഴിയുമ്പോൾ ഒരു ടാക്സിക്കാർ അവിടേക്ക് വരും. ഗോകു ആണെങ്കിൽ സന്തോഷത്തിൽ അതിലേക്ക് കയറും. ഓ, നീ എന്നെ ബുൽമയുടെ അടുത്തേക്ക് കൊണ്ടുപോവോ? അതിന് ആ ടാക്സി ഡ്രൈവർ പറയും, തീർച്ചയായിട്ടും ഞാൻ കൊണ്ടുപോവാം, അവളുടെ വീട് അതെവിടെയാണ്? അതിന് ഗോകു പറയും, ഞാനിവിടെ ഫസ്റ്റ് ടൈമാണ്, എനിക്കറിയില്ല അവൾ എവിടെയാ താമസിക്കുന്നതെന്ന്. അത് കേട്ട് വണ്ടർ അടിച്ച കാർ ഡ്രൈവർ ആൾ കാർ സ്റ്റോപ്പ് ചെയ്ത് ഇപ്പൊ ഗോകുവിനോട് അവന്റെ കയ്യിൽ പണമുണ്ടോ ചോദിക്കും. അതിനവൻ പറയും, ഇല്ല.
ായ കാർ ഡ്രൈവർ ആണെങ്കിൽ ഗോക്കു അവിടെ ഇറക്കി വിട്ട് അവിടുന്ന് കാർ എടുത്ത് പോവാണ്. ഗോക്കു ആണെങ്കിൽ ചുറ്റും നോക്കും. ഓ നോ, പൈസ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ബുൽമേരെ അടുത്ത് എത്താൻ കഴിയൂ. സോ ആദ്യം പണം സമ്പാദിക്കണം. അതിന് ഞാൻ എന്ത് ചെയ്യും? ആരെനിക്ക് പണം തന്ന് സഹായിക്കും? സത്യത്തിൽ ഞാൻ ഈ സിറ്റിയിൽ വളരെ പുതിയതാണ്, അതുകൊണ്ട് തന്നെ എന്നെ സഹായിക്കാൻ ഇവിടെ ആരും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അവൻ ചുറ്റും നോക്കും. ദൂരത്തായിട്ട് ഗോക്കു ഒരു ആൾക്കൂട്ടം കാണും. അവനാണെങ്കിൽ ആ ആൾക്കൂട്ടം കണ്ട ഭാഗത്തേക്ക് ഓടി എത്തുകയാണ്. അവൻ ആൾക്കാരുടെ ഇടയിലൂടെ അവിടെ എന്താ നടക്കണമെന്ന് അറിയാൻ സംശയോട് കൂടെ മുൻപോട്ടേക്ക് നടന്നു വരും. അപ്പൊ അവൻ കാണും, 2 പേര് ചേർന്ന് ഫൈറ്റ് ചെയ്യാണ്. ഒരുപാട് പേര് ഇതിലൊരു മെയിൻ ഫൈറ്ററിനെ സപ്പോർട്ട് ചെയ്യും. 2 പേരുടെ ഫൈറ്റില് ആ മെയിൻ ഫൈറ്റർ ആണെങ്കിൽ ഓപ്പോസിറ്റ് ഉള്ള ആളെ ഈസി ആയിട്ട് തോൽപ്പിക്കുകയാണ്. അതിനുശേഷം അവൻ വിളിച്ചു പറയും, ധൈര്യമുള്ളവർക്ക് കടന്നു വരാം, ആർക്ക് വേണമെങ്കിലും എന്നോട് ഫൈറ്റ് ചെയ്യാം. എന്നെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കുകയാണെങ്കിൽ 500 സെനി, അതായിരിക്കും നിങ്ങൾക്ക് സമ്മാനമായിട്ട് കിട്ടുക. ഗോക്കു ആണെങ്കിൽ ഇപ്പൊ നേരം ഒന്ന് ആലോചിച്ച് നിൽക്കും. അതിനുശേഷം വിളിച്ചു പറയും, ഞാൻ നിന്നോട് ഫൈറ്റ് ചെയ്യാൻ തയ്യാറാണ്, എനിക്ക് പണം ആവശ്യമുണ്ട്. അത് കണ്ട് എല്ലാവരും ഞെട്ടും. ഓ നോ, ഓ നോ, നീ ഒരു പൊടിപ്പയ്യനാണ്, അവന്റെ കയ്യിൽ കിട്ടിയ അവൻ നിന്നെ ഇടിച്ച് സൂപ്പാക്കും. ഗോക്കു ആണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും, യാതൊരു കുഴപ്പമില്ല, സ്ട്രെങ്ത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവനിപ്പോ ഗോതയിലേക്ക് ചാടിക്കയറി വരികയാണ്. ആ ജിമ്മം ഫൈറ്റർ ആണെങ്കിൽ ഗോക്കുവിനെ നോക്കും. ഓ, നീയാണോ എന്നോട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നത്? ഓക്കെ, കുഴപ്പമില്ല, നീ ജയിക്കുകയാണെങ്കിൽ എനിക്ക് കിട്ടിയ എല്ലാ തുകയും നിനക്ക് തരാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ഇപ്പൊ അവർ 2 പേരും ഫൈറ്റ് ചെയ്യാൻ റെഡിയാവും. ഗോക്കു ആണെങ്കിൽ അവനോട് പറയും, നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിന്നെ ഞാൻ കൊല്ലില്ല, ചെറുതായിട്ടൊന്ന് വേദനിപ്പിക്കുക മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഗോക്കു ചാടി വന്ന് അവന്റെ വയറ്റിൽ പഞ്ച് ചെയ്യും. വേദന സഹിക്കാൻ കഴിയാതെ അവനങ്ങനെ അടിച്ചു വീഴുകയാണ്. അവനാണെങ്കിൽ ഉച്ചത്തിൽ നിലവിളിക്കുന്നത് കേട്ട് ചുറ്റുമുള്ളവരെല്ലാവരും വണ്ടടിക്കും. അടുത്ത നിമിഷം അവൻ ചാടി എഴുന്നേക്കും. എനിക്ക് കുഴപ്പമൊന്നുമില്ല, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നീ അടിച്ചതുകൊണ്ട് ഞാനൊന്ന് വീണു പോയതാണ്. നിനക്കും കുറച്ച് മാർഷൽ ആർട്സ് ഒക്കെ അറിയാമല്ലേ, എനിക്ക് നിന്നെ കഴിഞ്ഞും കൂടുതൽ മാർഷൽ ആർട്സ് അറിയാമെന്ന് പറഞ്ഞ് അവൻ ഗോക്കുവിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അടുത്ത നിമിഷം ഗോക്കു അവൻ ചാടി വന്ന് വീണ്ടും അവനെ പഞ്ച് താഴെയിടുകയാണ്. ആ ഓപ്പണന്റ് ആണെങ്കിൽ വീണ്ടും വീണ്ടും ഗോക്കുവിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ ഗോക്കു ആണെങ്കിൽ അവന്റെ അറ്റാക്കിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് കറങ്ങി വന്ന് നിൽക്കുന്ന ചുമരില് ഞെട്ടിക്കുകയാണ്. ആ ഒരു ഇടിയിൽ ആ ചുമര് മുഴുവനായിട്ട് തകർന്നു വീഴും. അത് കണ്ട് പേടിച്ച ആ ഒരു മസൽമാൻ അവനാണെങ്കിൽ തോൽവി സമ്മതിക്കും. ഗോക്കുവിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവനാണെങ്കിൽ ആ ഫുൾ എമൗണ്ടുമായിട്ട് ഇപ്പൊ അവിടുന്ന് ഹായ് ആയിട്ട് കടന്നു വരും. വാവ്, എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ പണം കിട്ടി, ഇനി ഞാൻ ഈസി ആയിട്ട് ബുൽമയെ കണ്ടെത്തുന്നു പറഞ്ഞ് അവൻ ആ പണമായിട്ട് നടന്നു വരികയാണ്. അപ്പോഴായിരിക്കും ദൂരത്തായിട്ട് 2 പേര് ഗോക്കുവെ ഫോളോ ചെയ്ത് വരിക. അതിലൊരുത്തനാണെങ്കിൽ ഗോക്കുവിനെ അവന്റെ അടുത്തേക്ക് വിളിക്കും. ഗോക്കു ആണെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാതെ അവരുടെ അടുത്തേക്ക് വരും. അടുത്ത നിമിഷം 2 പേരും ചേർന്ന് അവനെ റൗണ്ട് ചെയ്ത് അവന്റെ നേർക്ക് ഗൺ പോയിന്റ് ചെയ്യാണ്. മര്യാദയ്ക്ക് നിന്റെ കയ്യിലുള്ള പണം അതെനിക്ക് താ. അത് കേട്ട് ഗോക്കു ആണെങ്കിൽ വണ്ടടിക്കും. ഓ നോ, ഇതെന്റെ പണമാണ്, എനിക്ക് പുൽമേരുടെ അടുത്തേക്ക് പോകണം, അവളെ കണ്ടെത്താൻ സഹായിക്കുകയാണെങ്കിൽ ഈ പണം നിങ്ങൾക്ക് തരാം. അതിനെ കരടിയാണെങ്കിൽ ഗോക്കുവിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. ഗോക്കു ഒറ്റ ഇടിക്ക് അതിനെ തെറിപ്പിച്ച് കളയും. അതിനുശേഷം ഓപ്പോസിറ്റ് നിൽക്കുന്നവനെ പഞ്ച് ചെയ്യാണ്. അവൻ പേടിച്ച് വരച്ച് ഗോക്കുവിനോട് പറയും, ദയവ് ചെയ്ത് ഞങ്ങളെ ഉപദ്രവിക്കരുത്, അടുത്ത് എവിടെയെങ്കിലും പോലീസ് കാണും, അവരോട് ചോദിക്കുകയാണെങ്കിൽ നിന്റെ പുൽമയെ കണ്ടെത്തി തരും. അത് കേട്ട് ഗോക്കുവും പുറത്തേക്ക് ഓടി വരും. പുറത്തേക്ക് വന്ന ഗോക്കു ആണെങ്കിൽ അവിടെ കണ്ട ഒരു സ്ത്രീയോട് ഇവിടെ എവിടെയെങ്കിലും പോലീസ് ഉണ്ടോ ചോദിക്കും. അതിനവളാണെങ്കിൽ ദൂരത്തായിട്ട് ഒരു പോലീസിനെ ചൂണ്ടിക്കാണിക്കും. ഗോക്കു അവൻ്റെ കയ്യിലുണ്ടായിരുന്ന പണം അത് അവളെ ഏൽപ്പിച്ച് ആ പോലീസിന്റെ അടുത്തേക്ക് ഓടി വരും. അവൾക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം. ഗോക്കു ആണെങ്കിൽ ബുൽമയെ കുറിച്ച് ചോദിക്കും. പോലീസ് ആണെങ്കിൽ അല്പനേരം കാര്യമായിട്ട് ആലോചിക്കും. നിന്റെ കയ്യിൽ അവളുടെ ഫോട്ടോ ഉണ്ടോ? അതിന് ഗോക്കു ആണെങ്കിൽ അവനെ കൊണ്ട് പറ്റുപോലെ അവളുടെ ഒരു ചിത്രം വരച്ച് കാണിക്കും. അത് കണ്ട പോലീസ് ചിരിച്ച് ഇപ്പൊ ഗോക്കുവിനോട് പറയും, ഇതുപയോഗിച്ച് അവളെ കണ്ടെത്താനാവില്ല. ഓക്കെ, കുഴപ്പമില്ല, ഇത് ചെയ്യാൻ പാടില്ലാത്തതാണ്, എങ്കിലും നിന്നെ സഹായിക്കാനായിട്ട് ഞാനിത് ചെയ്യാമെന്ന് പറഞ്ഞ് ആളുടെ കയ്യിലുള്ള ഒരു ഡിവൈസിൽ ചെക്ക് ചെയ്യാണ്. ഓക്കെ, ബുൽമാന്ന് പേരുള്ള 3 പേര് ഈ സിറ്റിയിലുണ്ടെന്ന് പറഞ്ഞ് ആളാണെങ്കിൽ ഇപ്പോൾ ഓരോരുത്തരുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കും. ഗോക്കു ആണെങ്കിൽ അതിൽ ബുൽമയുടെ ഫോട്ടോ കണ്ടെത്തും. ഇതാണ് എൻ്റെ ബുൽമ, എനിക്ക് ഇവളെയാണ് കാണേണ്ടത്. അതിനാ പോലീസ് ആണെങ്കിൽ ഓക്കെ പറഞ്ഞ് ഇപ്പൊ ഗോക്കു ആയിട്ട് ഒരു ബൈക്കിൽ അവൾ അന്വേഷിച്ച് പോവും. അവരങ്ങനെ ട്രാവൽ ചെയ്ത് ഇപ്പൊ വലിയൊരു ക്യാപ്സ്യൂൾ ഫാക്ടറിയുടെ മുൻപിൽ എത്തുകയാണ്. നീ അന്വേഷിക്കുന്ന ബുൽമ അവൾ ഇവിടെയാണ് ഉള്ളത്. അത് കേട്ട് ഹാപ്പിയായ ഗോക്കു അവൻ ഉച്ചത്തിൽ ബുൽമയുടെ പേര് വിളിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.